ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 10. വീണ്ടെടുക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1 ഒരു പ്രസംഗത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായി വേദിയിൽ ഒരു കലാകാരി വരച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു ചിത്രത്തിന്റെ അടുത്തേക്ക് ഞാൻ നടന്നു ചെന്ന് അതിൻ്റെ മധ്യത്തിൽ ഒരു കറുത്ത വര വരച്ചു. സഭ പരിഭ്രാന്തിയിലായി. അവൾ വരച്ചത് ഞാൻ വികൃതമാക്കുന്നത് ആ കലാകാരി നോക്കി നിന്നു. തുടർന്ന് ഒരു പുതിയ ബ്രഷ് തിരഞ്ഞെടുത്ത് വികൃതമാക്കിയ ആ ചിത്രത്തെ അവൾ മനോഹരമായ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റി. ആ ചിത്രത്തെ പുനർജീവിപ്പിക്കാനുള്ള അവളുടെ പരിശ്രമം നമ്മുടെ ജീവിതത്തെ നാം താറുമാറാക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന വേലയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. ഇസ്രായേൽ ജനതയുടെ ആത്മീക അന്ധതയ്ക്കും ബധിരതയ്ക്കും പ്രവാചകനായ യെശയ്യാവ് അവരെ ശ്വാസിച്ചു. എന്നാൽ പിന്നീട് അവൻ ദൈവത്തിൻ്റെ വിടുതലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രത്യാശ അവരോട് പ്രഖ്യാപിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമുക്ക് വേണ്ടിയും അവന് അതുതന്നെ ചെയ്യാൻ കഴിയും. നാം പാപം ചെയ്തതിനു ശേഷം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ പുനഃസ്ഥാപിക്കുന്നു. വികൃതമായതിൽ നിന്നും സൗന്ദര്യം കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, പക്ഷേ യേശുവിന് കഴിയും. അവൻ തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നതാണ് സുവിശേഷത്തിൻ്റെ സുവാർത്ത. ഒടുവിൽ ക്രിസ്തു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുകയും നമ്മുടെ ഭൂതകാലത്തെ വീണ്ടെടുക്കുകയും എല്ലാം പുതിയതാക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം നമുക്ക് ഉറപ്പു നൽകുന്നു. നമ്മുടെ കഥയെപ്പറ്റി ഒരു പരിമിതമായ കാഴ്ചപ്പാട് മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ നമ്മെ പേരുകൊണ്ട് അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്നതിലും അധികം മനോഹരമാക്കും. യേശുവിലുള്ള വിശ്വാസത്താൽ താങ്കൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചിത്രം പോലെ താങ്കളുടെ കഥയ്ക്കും മഹത്തായ ഒരു അന്ത്യമുണ്ട്. ചിന്തിക്കുക, താങ്കൾ എങ്ങനെയാണ് അലങ്കോലപ്പെട്ടത്? താങ്കളുടെ പുനഃസ്ഥാപനത്തിനും വീണ്ടെടുപ്പിനുമായി ദൈവം താങ്കൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.